ചേർത്തല തിരോധാന കേസുകളിലെ പ്രതി സെബാസ്റ്റ്യനുമായി അന്വേഷണ സംഘം ആലപ്പുഴയിലെത്തി. ചേർത്തലയിലെ ഗൃഹോപകരണ സ്ഥാപനത്തിലാണ് തെളിവെടുപ്പ്. ഇത് രണ്ടാം തവണയാണ് സെബാസ്റ്റ്യനെ ആലപ്പുഴയിലെത്തിച്ച് തെളിവെടുക്കുന്നത്. അശ്വിൻ പാലാഴി ചേർത്തലയിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. അശ്വിൻ, ഇന്ന് എന്തെങ്കിലും ഒരു സുപ്രധാന ലീഡ് ഈ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ടോ? എന്തിനാണ് ഈ ഗൃഹോപകരണ സ്ഥാപനത്തിലെത്തി തെളിവെടുത്തത്? കോട്ടയം ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിലാണ് നിലവിൽ പ്രതി സെബാസ്റ്റ്യൻ ഉള്ളത്. അതിനിടെ ചോദ്യം ചെയ്യലിൽ ലഭിച്ച ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വീണ്ടും പ്രതിയുമായി ക്രൈംബ്രാഞ്ച് സംഘം ചേർത്തലയിലേക്ക് എത്തിയത്. ചേർത്തലയിലെ ഒരു ചെറിയ ഗൃഹോപകരണ സ്ഥാപനത്തിലാണ് ഇപ്പോൾ ഈ തെളിവെടുപ്പ് പുരോഗമിക്കുന്നത്. അതിലേക്ക് എത്താനുള്ള പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ കസ്റ്റഡി കാലാവധിയിൽ ലഭിച്ച ഒരു നിർണായക കാര്യമാണ്. അതായത് ചേർത്തലയിലെ ഒരു ധനകാര്യ സ്ഥാപനത്തിലും ഒരു സ്വർണ്ണ പണയ ഇടപാട് സ്ഥാപനത്തിലും സെബാസ്റ്റ്യൻ ഉരുപ്പടികൾ വെച്ച് വിറ്റ് പണം വാങ്ങി എന്നുള്ളൊരു വിവരം ലഭിച്ചിരുന്നു. അന്ന് കിട്ടിയ പണം ഉപയോഗിച്ച് ഈ ഗൃഹോപകരണ സ്ഥാപനത്തിൽ നിന്നും ഫ്രിഡ്ജ് വാങ്ങിയതായാണ് സെബാസ്റ്റ്യൻ നൽകിയിരിക്കുന്ന മൊഴി. ആ ഫ്രിഡ്ജ് എവിടേക്കാണ് എന്നുള്ള കാര്യത്തിൽ ഒരു ദുരൂഹതയുണ്ട്. സ്വന്തം വീട്ടിലേക്ക് അത് കൊണ്ടുപോയിട്ടില്ല, ആർക്കോ വേണ്ടി വാങ്ങിയതാണ്. അതിൻ്റെ ബില്ലിലെ ഡേറ്റ് 25 ഡിസംബർ 25. ഡിസംബർ 23, 24 തീയതികളിലായിരുന്നു ഈ സ്വർണം മറ്റൊരാളെ വിട്ട 2 സ്ഥാപനങ്ങളിലായി വിൽപ്പന നടത്തിയത്. അവിടെ നിന്ന് കിട്ടിയ പണം കൊണ്ട് 25-ാം തീയതി ഈ സ്ഥാപനത്തിലെത്തി വാങ്ങിയ ഗൃഹോപകരണമാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടിയാണ് നിലവിൽ സെബാസ്റ്റ്യനുമായി അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്. തെളിവെടുപ്പ് പൂർത്തിയാക്കി അതുമായി ബന്ധപ്പെട്ട രേഖകൾ തയ്യാറാക്കുന്നതിൻ്റെ അവസാന ഘട്ടത്തിലാണിപ്പോൾ. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ ഈ ഒരു തെളിവെടുപ്പിനൊക്കെ നിർണായക സ്ഥാനമുണ്ടായിരിക്കും. നിലവിൽ ജയനുവ കേസുമായി ബന്ധപ്പെട്ട് പല നിർണായകമായ തെളിവുകളും ഈ കേസ് തെളിയിക്കുന്നതുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്നത്. എന്തായാലും തെളിവെടുപ്പ് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അശ്വിൻ പാലാഴിയാണ് വിശദാംശങ്ങൾ നൽകിയത് ചേർത്തലയിൽ നിന്ന്.